നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിർമ്മാണം നടക്കുന്ന ദേശീയപാത മരണക്കെണിയാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി റോഡിൽ ചതഞ്ഞരഞ്ഞത് 5 ജീവനുകൾ. നിയുക്ത ശബരിമല മേൽശാന്തി ഏറന്നൂർ മന പ്രസാദ് നമ്പൂതിരി തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. വലപ്പാട് ഉപജില്ല കേരള സ്കൂൾ കലോത്സവം നവംബർ 3 മുതൽ 6 വരെ ഏങ്ങണ്ടിയൂരിൽ നടക്കും. വാർത്തകൾ തുടരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന നിർദ്ദിഷ്ട ദേശീയപാത മരണപാതയാകുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ദേശീയപാതയിലെ അപകട മരണങ്ങളിൽ റോഡിൽ ചതഞ്ഞെറിഞ്ഞത് 5ഓളം മനുഷ്യജീവനുകൾ. പണികൾ പുരോഗമിക്കുന്ന നിർദ്ദിഷ്ട ദേശീയപാത മരണപാതയാവുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ദേശീയപാതയിലെ അപകട മരണങ്ങളിൽ റോഡിൽ ചതഞ്ഞെറിഞ്ഞത് 5ഓളം മനുഷ്യജീവനുകൾ. രാപ്പകൽ വ്യത്യാസമില്ലാതെ അപകടങ്ങൾ പതിവാവുകയാണ് ഈ പാതയിൽ. ദേശീയപാത 66 എന്ന് കേൾക്കുമ്പോൾ വാഹനയാത്രികർക്ക് പേടി സ്വപ്നമാണ്. അപകടങ്ങളിൽപ്പെടാതെ വീട്ടിൽ തിരിച്ചെത്തിയാൽ ഭാഗ്യം എന്ന് മാത്രം കരുതുന്നവരാണ് ഭൂരിഭാഗവും. സമീപകാലത്ത് അപകടങ്ങളിൽ കൂടുതലും വില്ലനാകുന്നത് ദേശീയപാത നിർമ്മാണ സാമഗ്രികൾ കൊണ്ട് തലങ്ങും വിലങ്ങും ഓടുന്ന ടോറസ് ലോറികളും റോഡിലെ കുഴികളുമാണ്. അടുത്തിടെയുണ്ടായ 3 അപകടങ്ങളിലും ജീവനെടുത്തത് ഈ ടോറസ് തന്നെ. ഇക്കഴിഞ്ഞ 25, 26 തീയതികളിൽ 2 ഇരുചക്ര വാഹന യാത്രികർ മരിച്ചതാണ് ഒടുവിലത്തെ അപകടം. 25-ന് എടമുട്ടത്ത് മകനുമൊത്ത് സ്കൂട്ടറിൽ വരവെയാണ് വീട്ടമ്മ ടോറസ് കയറി കൊല്ലപ്പെടുന്നത്. റോഡിലെ കുഴിയിലകപ്പെട്ട സ്കൂട്ടർ തെന്നിമറിയുകയും റോഡിലേക്ക് വീണ ഇവർ പുറകിൽ വരികയായിരുന്ന ടോറസിന് അടിയിൽപ്പെടുകയുമായിരുന്നു. തൊട്ടടുത്ത ദിവസം ബൈക്ക് യാത്രികനായ യുവാവായിരുന്നു ടോറസിനടിയിൽ ഞെരിഞ്ഞമർന്നത്. മുന്നിൽ പോയിരുന്ന കാറിൽ തട്ടിയ ബൈക്കിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ യുവാവിന്റെ ശരീരത്തിലൂടെ ടോറസ് ലോറി കയറി ഇറങ്ങുകയായിരുന്നു. കയ്പമംഗലം പനമ്പിക്കുന്ന പഴയ പോസ്റ്റ് ഓഫീസിനടുത്തായിരുന്നു അപകടം. സെപ്റ്റംബർ 21-ന് ചന്ദ്രാപിന്നിയിലും സമാനമായ അപകടമുണ്ടായപ്പോൾ ജീവൻ ബലി കഴിക്കേണ്ടി വന്നത് കയ്പമംഗലം സ്വദേശിയായ 89-കാരനായ വ്യാപാരിക്കായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഇലക്ട്രിക് സ്കൂട്ടറിന് പിറകിൽ ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു. തെറിച്ച റോഡിലേക്ക് വീണതോടെ ലോറി ശരീരത്തിലൂടെ കയറി ഇറങ്ങിയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇവിടെയും റോഡിൽ നിറയെ ആഴത്തിലുള്ള കുഴികളുണ്ടായിരുന്നു. 2 മാസം മുൻപ് 3 പീടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിൽ ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. പിറ്റേന്ന് ഇവർ മരിക്കുകയും ചെയ്തു. കയ്പമംഗലത്ത് ബൈക്ക് യാത്രികൻ സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചതും മാസങ്ങൾക്ക് മുൻപാണ്. ദേശീയപാത ബൈപ്പാസിലൂടെ തെറ്റായ ദിശയിൽ വന്ന സ്വകാര്യ ബസ്സാണ് യുവാവിന്റെ മരണത്തിന് ഇടയാക്കിയത്. ദ്രുതഗതിയിൽ പുരോഗമിക്കുന്ന ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഭൂരിഭാഗം അപകടങ്ങൾക്കും വഴിയൊരുക്കിയത് എന്നത് വ്യക്തമാണ്. ഹൈവേ വികസനം എല്ലാവർക്കും നാടിനും നമുക്കൊക്കെ നല്ല തന്നെ. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ നമ്മുടെ ഈ ചന്ദ്രാപിന്നി കയ്പമംഗലം ഈ ഇടമട്ടത്തിൻ്റെ ഇടയിൽ 5 പേര് നമ്മൾ നഷ്ടപ്പെട്ടു. അതിൽ ഒരാൾ നമ്മളെ സീനിയർ ഞങ്ങളെ വ്യാപാരി സംഘടന നേതാവായിരുന്ന CJ, നമ്മുടെ CJ എല്ലാവർക്കും നമുക്ക് എവർക്കും പ്രിയങ്കട്ട CJയും പോയി. അപ്പോൾ ചുരുക്കത്തിൽ നമ്മളെ ആ പരിസരം മുഴുവനും ഈ ഹൈവേ വികസനം നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു. പ്രത്യേകിച്ചും കയ്പമംഗലം കാളമുറിൽ അവിടെ മഴ വന്ന ചെളിര കുളം, ഓക്കെ, ഒരു ദിവസം വെയിൽ വന്നാൽ പൊടി. ഒരു നിലയ്ക്കും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു വ്യാപാരി കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ ഒരു നിലക്കും അവിടെ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിന് എന്താണ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പല രൂപത്തിലും MLA ആയിട്ട് ബന്ധപ്പെട്ടിട്ടും MP ആയിട്ട് ബന്ധപ്പെട്ടിട്ടും പല നിവേദനങ്ങളും ഹൈവേ ഓഫീസായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തി. പക്ഷേ ഇതുവരെ പരിഹാരം ഇതുവരെ ആയിട്ടില്ല. വീതി ഇപ്പോൾ അവർ സർവീസ് റോഡുകളൊക്കെ ഉണ്ടാക്കുന്ന വീതി കുറവുണ്ട്. അതിനനുസരിച്ചുള്ള ടോറസും വലിയ വലിയ വണ്ടികളാണ് കൂടുതൽ അപകടങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആ സൈഡിലുള്ള കാനാര സൈഡിലുള്ള ഇടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലുണ്ട്. ഭൂരിഭാഗം അപകടങ്ങളും ഈ ടോറസും പണിക്കാര വണ്ടികളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ അടുത്തുണ്ടായിട്ടുള്ളത്. ഈ 2 മാസത്തിനുള്ളിൽ 5 ജീവൻ പൊലിഞ്ഞതും അതങ്ങനെ തന്നെ. പ്രധാന പാതയുടെ നിർമ്മാണം നടക്കുമ്പോൾ ബൈപ്പാസ് റോഡുകൾ സുഗമമായ ഗതാഗതത്തിന് കഴിയുന്ന വിധത്തിൽ പണി പൂർത്തീകരിച്ച് നൽകേണ്ടത് ദേശീയപാത അതോറിറ്റിയുടെ ചുമതലയാണ്. ഇത് പാലിക്കാതെയാണ് തകൃതിയായ നിർമ്മാണം നടക്കുന്നത്. തീരദേശ മേഖലയായതിനാൽ വെള്ളം സുഗമമായി ഒഴുകിപ്പോയിരുന്ന തോടുകൾ നികത്തി അശാസ്ത്രീയമായി കാനകൾ നിർമ്മിച്ചപ്പോൾ
ബൈപ്പാസ് റോഡുകളിൽ വെള്ളം കയറി ഗതാഗത യോഗ്യമല്ലാതായി. സമീപ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും രൂക്ഷമായി. നാട്ടുകാർ സമരരംഗത്തും ഇറങ്ങി. പക്ഷേ ഇപ്പോഴും സ്ഥിതിക്ക് മാറ്റമില്ല. നിലവിലുള്ള ദേശീയപാതയിലാകട്ടെ ആഴത്തിലുള്ള കുഴികളാണ്. മഴ പെയ്താൽ വെള്ളം നിറഞ്ഞ കുഴികളിൽ വീണ് ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. താൽക്കാലിക പരിഹാരമെന്ന രീതിയിൽ കുഴികൾ നികത്തി തടി തപ്പുകയാണ് ദേശീയപാത അധികൃതർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ പലയിടങ്ങളിലും സമാനമായ അവസ്ഥയാണ്. നിലവിൽ ചന്ദ്രാപ്പിന്നി മുതൽ കയ്പമംഗലം പനമ്പിക്കുന്ന് വരെയുള്ള ഭാഗം ബൈപ്പാസിന്റെ ഒരു വശത്തുകൂടി മാത്രമാണ് ഗതാഗതം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രൂക്ഷമായ ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും ഇത് ഇടയാക്കുന്നുണ്ട്. കുഴികൾ നികത്താതിരിക്കുകയും അശാസ്ത്രീയമായ നിർമ്മാണ രീതികൾ തുടരുകയും ചെയ്താൽ ഇനിയും ഈ പാത നിരവധി അപകട മരണങ്ങൾക്ക് സാക്ഷിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഗോത്രവർഗ തീരദേശ തോട്ടം മേഖലകളിലെ കുട്ടികൾക്കുള്ള പ്രത്യേക പഠന പരിപോഷണ പരിപാടിയുടെ ഭാഗമായി നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് നിർവഹിച്ചു. ഇതിന്റെ ഭാഗമായി 5 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്കായി വിദഗ്ധ ക്ലാസുകൾ, ശില്പശാലകൾ, ക്യാമ്പുകൾ, പഠനയാത്രകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, തൊഴിൽ പരിശീലനങ്ങൾ, റിസോഴ്സ് റൂം, എക്സ്പോഷർ ട്രിപ്പുകൾ, രക്ഷാകർതൃ സംഗമങ്ങൾ, ഭൗതിക സൗകര്യ വികസനം എന്നിവ നടത്തും. PTA പ്രസിഡന്റ് UK ഗോപാലൻ അധ്യക്ഷനായിരുന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് സ്കൂളിന് നൽകിയ ലൈബ്രറി പുസ്തകങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നും അധ്യാപകരും കുട്ടികളും കൂടി ഏറ്റുവാങ്ങി. മലയാളം അധ്യാപിക ഷീജ KV, നാസർ മാസ്റ്റർ, സീനിയർ അധ്യാപിക അർച്ചന ബിജോയ്, സ്റ്റാഫ് സെക്രട്ടറി VK ബഷീർ എന്നിവർ സംസാരിച്ചു. താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ജപമാല ആചരണം സമാപിച്ചു. 15ഓളം മാതാവിന്റെ വ്യത്യസ്ത പ്രച്ഛന്ന വേഷങ്ങളോടുകൂടി ജപമാല റാലിയും സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ ടെഡ്സ് കുന്നപ്പിള്ളി, കൈക്കാരന്മാരായ സിജോ ചിറയത്ത്, ഫെബി തോട്ടുങ്കൽ, പ്രതീഷ് ജോസ് എന്നിവർ നേതൃത്വം നൽകി. പഴുവിൽ ഫൊറോന ദേവാലയത്തിൽ സകല മരിച്ചവരുടെ ഓർമ്മദിനം ആചരിച്ചു. നവംബർ മാസം മരിച്ച വിശ്വാസികളുടെ അനുസ്മരണ മാസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി സെമിത്തേരിയിൽ നവംബർ വിശുദ്ധ കുർബാനയും തുടർന്ന് വലിയ ഒപ്പീസും നടത്തി. തിരുകർമ്മങ്ങൾക്ക് ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ മുഖ്യ കാർമ്മികത്വവും അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സഹകാർമ്മികത്വവും വഹിച്ചു. KCYM സംഘടനകളുടെ നേതൃത്വത്തിൽ സെമിത്തേരി മുഴുവനായും അലങ്കരിച്ചിരുന്നു. രാവിലെ 6:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവകാംഗങ്ങൾ തങ്ങളുടെ ഉറ്റവരുടെ കുഴിമാടങ്ങളിൽ പുഷ്പങ്ങൾ വച്ച് അലങ്കരിച്ചു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ മാത്യു ഇരിമ്പൻ, സുനിൽ കുറ്റിക്കാടൻ, ജെയിംസ് തട്ടിൽ, ആൻഡോ ചാലിശ്ശേരി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തിരുവനന്തപുരത്ത് നടന്ന കേരള സ്കൂൾ ഒളിമ്പിക് ഗെയിംസിൽ വിജയികളായ ചന്ദ്രാപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങളെ അനുമോദിച്ചു. നീന്തൽ മത്സരത്തിൽ സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 100 മീറ്റർ ബട്ടർഫ്ലൈ, 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ മീറ്റ് റെക്കോർഡോടുകൂടി സ്വർണ്ണ മെഡലും, 50 മീറ്റർ ബട്ടർഫ്ലൈയിൽ സ്വർണ്ണ മെഡലും, 400 മീറ്റർ മെഡ്ലേ റിലേയിൽ സിൽവർ മെഡലും നേടിയ വ്യക്തിഗത ചാമ്പ്യനായ VN നിവേദ്യ, നീന്തലിൽ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 50 മീറ്റർ ബട്ടർഫ്ലൈയിൽ വെങ്കല മെഡൽ നേടിയ പാർവതി നിതീഷ്, സീനിയർ പെൺകുട്ടികളുടെ വുഷു മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ ദേവിന സുജീഷ്, മറ്റു വിവിധ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത 20ഓളം കായിക താരങ്ങളെയുമാണ് അനുമോദിച്ചത്. സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ് മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ PK ശ്രീജിഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ VB സജിത്, ഹെഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, MPTA പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷിൻ, ബിജു മോഹൻ ബാബു, TN സിജിൻ, KS ബിന്ദു, മുഹമ്മദ് സുഹൈൽ, S പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. 21 കിലോമീറ്റർ ഹാഫ് മാരത്തോൺ പൂർത്തിയാക്കിയ സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശിനെ ചടങ്ങിൽ ആദരിച്ചു. ഓട്ടോ തൊഴിലാളിയും മകനും ചേർന്ന് യുവ അഭിഭാഷകനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. അന്തിക്കാട് സ്വദേശി അറക്കവീട്ടിൽ അഡ്വക്കേറ്റ് സാബിത്തിനെയാണ് ആക്രമിച്ചത്. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ അഭിഭാഷകനെ ഏങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് തളിക്കുളം ബ്ലൂമിംഗ് സ്കൂളിന് സമീപത്ത് വെച്ചാണ് സംഭവം. മകളുമായി തളിക്കുളത്തെ ക്ലിനിക്കിലെത്തിയ അഭിഭാഷകൻ അവിടെ വഴിത്തർക്കത്തിൽ ഇടപെട്ട് സംസാരിച്ചിരുന്നു.
ഇതിന്റെ വൈരാഗ്യത്തിൽ ഓട്ടോ ഡ്രൈവറായ എരണേഴത്ത് വാസനും ഇയാളുടെ മകൻ വിവേകും മാരകായുധങ്ങളും വടിയുമായി എത്തി ആക്രമിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ വാടാനപ്പള്ളി പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ചൈതന്യ അങ്കനവാടിയിൽ പ്രവേശനോത്സവവും കേരളപ്പിറവി ദിനാചരണവും നടത്തി. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി നവാഗതർക്ക് പൂച്ചെണ്ട് നൽകി ആന്റോ തുറയൻ ഉദ്ഘാടനം ചെയ്തു. അങ്കനവാടി വർക്കർ അഞ്ജു KB അധ്യക്ഷത വഹിച്ചു. ഹെൽപ്പർ ഗീത, ആശാവർക്കർ സുശീല രാജൻ, ALMC അംഗങ്ങളായ മജീദ് പോക്കാക്കിലത്ത്, ലൂയിസ് താണിക്കൽ, ഉഷ NS, വർഷ, ഷീജ, രഘു വർണ്ണൻ എന്നിവർ സംസാരിച്ചു. മധുര വിതരണവും നടത്തി. ഇന്നത്തെ പ്രവേശനോത്സവം നമുക്ക് നേരത്തെ ആൻറ്റി ടീച്ചർ സൂചിപ്പിച്ച പോലെ ജൂണിലും നവംബർ 1-ാം തീയതിയാണ് എല്ലാ വർഷവും നടത്താറ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നും പ്രവേശനോത്സവം നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രവേശനോത്സവത്തിൻ്റെ ഇപ്പോൾ നവാഗതരായിട്ട് വരുന്ന നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് ഹൃദയപൂർവ്വം ഈ ദിവസത്തെ സ്വാഗതം അറിയിക്കുക. അപ്പോൾ അതുപോലെ നമുക്കറിയാം 1956 നവംബർ 1-നാണ് കേരളം രൂപീകൃതമായത്. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ അനശ്വര അങ്കനവാടിയിൽ പ്രവേശനോത്സവവും വാർഡ് മെമ്പർ ആന്റോ തുറയന് അനുമോദനവും കേരളപ്പിറവി ദിനാചരണവും നടത്തി. പ്രവേശനോത്സവം നവാഗതർക്ക് സമ്മാനങ്ങൾ നൽകി വാർഡ് മെമ്പർ ആന്റോ തുറയൻ ഉദ്ഘാടനം ചെയ്തു. ഹെൽപ്പർ നിമ്മി അധ്യക്ഷത വഹിച്ചു. വർക്കർ അഷ്ടമി, ആശാ വർക്കർ സുശീല രാജൻ, സതീരംഗൻ, ജോളി തണ്ടാശ്ശേരി, അരുണൻ വേളേക്കാട്ട്, ആനന്ദൻ കൊടപ്പുള്ളി, കിസ്മത് ബിയൂസ്, ശ്രീഭദ്ര കൊടപ്പുള്ളി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഹൃദയത്തിലെന്നും എന്റെ ഗ്രാമം പദ്ധതിയുമായി വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വാർഡ് മെമ്പർ ആന്റോ തുറയനെ പൊന്നാട അണിയിച്ചും മൊമന്റോ നൽകിയും അംഗനവാടി വർക്കറും ഹെൽപ്പറും ALMC അംഗങ്ങളും ചേർന്ന് അനുമോദിച്ചു. ഷൈനി ഷാജി, ഷീജാനന്ദൻ, ജലജ, ലൈല എന്നിവർ നേതൃത്വം നൽകി. എല്ലാവർക്കും ഹൃദയപൂർവ്വം ഈ കേരളപ്പിറവി ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. നമുക്കറിയാം ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രവേശനോത്സവം ഭംഗിയായിട്ട് നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പ്രവേശനോത്സവത്തിൻ്റെ ഹൃദയപൂർവ്വമായ ആശംസകൾ നേരുകയാണ്. നമുക്കറിയാം അംഗനവാടികൾ എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥികളുടെ മാത്രം അല്ലെങ്കിൽ കൊച്ചുകുട്ടികളുടെ മാത്രം ഒരു സംവിധാനമല്ല. ഇപ്പോൾ പോഷകപരമായിട്ട് നമുക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ വനിതകൾക്കായാലും അല്ലെങ്കിൽ കൗമാരപ്രായക്കാർക്കായാലും വനിതകളുടെ ഏത് പ്രശ്നങ്ങളായാലും അവർക്ക് ഏറ്റെടുത്തുകൊണ്ട് ഗർഭിണികളുടെ നിയുക്ത ശബരിമല മേൽശാന്തി ഏറന്നൂർ മന പ്രസാദ് നമ്പൂതിരിക്ക് തൃപ്രയാർ ക്ഷേത്ര സന്നിധിയിൽ ശ്രീരാമ ഭക്തസേവാ സമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ശ്രീരാമ ഭക്തസേവാ സമിതി പ്രസിഡന്റ് ദിവാസാലയ്ക്കൽ മേൽശാന്തിക്ക് തുളസിമാല അണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ക്ഷേത്രം മാനേജർ മനോജ് K. നായർ ഷാളിട്ട് സ്വീകരിച്ചു. ശ്രീരാമ ഭക്തസേവാ സമിതി സെക്രട്ടറി സുധീർ ആലയ്ക്കൽ, രക്ഷാധികാരി ജ്യോത്സ്യൻ വിജയകുമാർ മേനോൻ, വൈസ് പ്രസിഡന്റ് ജഗദീഷ് കോയമ്പത്തൂർ, ജോയിന്റ് സെക്രട്ടറി അജിത് നടുപ്പറമ്പിൽ, കമ്മിറ്റി അംഗങ്ങളായ പ്രദീപ് അരയംപറമ്പിൽ, സോമൻ കൊല്ലാടിക്കൽ, ഹരിദാസ് സുധീർ, ഉൽപ്പലാക്ഷി,
ജിജിൻ മച്ചിങ്ങൽ എന്നിവർ പങ്കെടുത്തു. കലോത്സവ കലവറയ്ക്ക് കൈത്താങ്ങായും രോഗപ്രതിരോധ രംഗത്ത് മത്തങ്ങയുടെ പ്രാധാന്യം പരിചയപ്പെടുത്തിയും കുരുന്നുകൾ 101 മത്തങ്ങകൾ ഉപജില്ലാ കലോത്സവ കലവറയിലേക്ക് നൽകി. വലപ്പാട് JDM-LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വീട്ടിലെയും സ്കൂളിലെയും അടുക്കളത്തോട്ടത്തിലെ 250 കിലോയിലധികം തൂക്കം വരുന്ന 101 വിളഞ്ഞ മത്തങ്ങകൾ കലോത്സവ സദ്യയിലേക്ക് നൽകിയത്. ആരോഗ്യ സംരക്ഷണ രംഗത്തും രോഗപ്രതിരോധ രംഗത്തും മത്തങ്ങയുടെ പ്രാധാന്യം ജനകീയമാക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് സ്കൂൾ മത്തങ്ങ ശേഖരിച്ച് കലോത്സവ കലവറയിലേക്ക് നൽകിയത്. നവംബർ 3, 4, 5, 6 തീയതികളിൽ ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉപജില്ലാ കലോത്സവം നടക്കുന്നത്. 7342 വിദ്യാർത്ഥി പ്രതിഭകൾ പങ്കെടുക്കുന്ന കലോത്സവത്തിൽ എല്ലാ ദിവസവും ഉച്ചഭക്ഷണം സദ്യയായി തന്നെ നൽകുന്നുണ്ട്. വിദ്യാർത്ഥികളിൽ നിന്നും ഭക്ഷ്യവിഭവങ്ങൾ ഏറ്റുവാങ്ങി മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും കലോത്സവം ഭക്ഷണ കമ്മിറ്റി ഉപാധ്യക്ഷനുമായ CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ CK ബിജോയ് അധ്യക്ഷത വഹിച്ചു. മുൻ പ്രധാനാധ്യാപകൻ CK കുട്ടൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് ഷാനുജ നദീഷ്, സ്കൂൾ വികസന സമിതി വർക്കിംഗ് ചെയർമാൻ RR സുബ്രഹ്മണ്യൻ, AC ലിജി, CB സുവിത, ഷാനി അസീസ് എന്നിവർ സംസാരിച്ചു. ഇവിടെ നിന്ന് കലോത്സവത്തിന് വരുമ്പോ സാമ്പാർ കഴിക്കുമ്പോ നിങ്ങൾക്ക് പറയാം ഞാൻ കൊടുത്ത മത്തനിന്റെ ഒരു കഷ്ണം ഇതിലുണ്ടെന്ന്. നമ്മുടെ മക്കൾക്ക് കേട്ടാ വലപ്പാട് ജില്ലയിൽ 6000 കുട്ടികൾക്കാണ് വെച്ചു കൊടുക്കുക. ഇന്ന് എല്ലാ വിദ്യാലയത്തിലും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇതിന് മുൻകൈയെടുത്ത പ്രധാന അധ്യാപകൻ ജോയ് മാഷെ, ഒപ്പം അതിനെ സപ്പോർട്ട് ചെയ്ത അധ്യാപകര്, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങള്, വികസന സമിതി അംഗങ്ങൾ ഉൾപ്പെടെ. വലപ്പാട് ഉപജില്ലാ കലോത്സവത്തിന് കുമ്പളങ്ങ പായസം നൽകുന്നതിനുള്ള കുമ്പളങ്ങകളും ഒരു ദിവസത്തെ സദ്യയ്ക്കുള്ള പച്ചക്കറികളും നാട്ടിക വെസ്റ്റ് KMUP സ്കൂളിലെ കുട്ടികളിൽ നിന്ന് ശേഖരിച്ചു. ഈ ഭക്ഷ്യവിഭവങ്ങൾ കലോത്സവം ഫുഡ് കമ്മിറ്റി വൈസ് ചെയർമാൻ CM നൌഷാദിന് പ്രധാനാധ്യാപിക CJ ജെനി ടീച്ചർ കൈമാറി. കലോത്സവം ഫുഡ് കമ്മിറ്റി ചെയർമാൻ ടോണി മാസ്റ്റർ, ഷെബോൺ മാസ്റ്റർ, ഷൈൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മത്തൻ, കുമ്പളം, തക്കാളി, ചേന എന്നീ പച്ചക്കറികളും കലവറയിലേക്ക് കുട്ടികൾ കൊണ്ടുവരികയായിരുന്നു. എല്ലാ ദിവസവും പായസം, ഉച്ചതിരിഞ്ഞ് എല്ലാ ദിവസവും ചായ കടിയും കൊണ്ടുപോകും. കാരണം എല്ലാ വിദ്യാലയവും സഹകരിച്ചത് വലിയൊരു സന്തോഷമുണ്ട്. കുട്ടികൾക്ക് നല്ല മനസ്സ്, അത് പ്രേരണ നൽകിയ അധ്യാപകര്, രക്ഷകർത്താക്കൾ, നിങ്ങളുടെ പ്രേരണയാണ് ഈ കൊച്ചു മക്കൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. തീർച്ചയായും അവര് ഫുഡ് കമ്മിറ്റിക്ക് വേണ്ടി ഈ വിദ്യാലയത്തിന് മുൻകൈയെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അനുമോദിക്കുന്നു. വലപ്പാട് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം നവംബർ 3 മുതൽ 6 വരെ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന വേദിയായി നടക്കുന്നു. ഏകദേശം 7000-ലധികം വിദ്യാർത്ഥി പ്രതിഭകളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. തീരദേശത്തിന്റെ ഏറ്റവും വലിയ കലോത്സവം കൂടിയാണ് വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവം. സംഘാടക സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന 14 സബ് കമ്മിറ്റി കൺവീനർമാരുടെ നേതൃത്വത്തിലുള്ള ടീം അംഗങ്ങൾ കലോത്സവത്തെ കുറ്റമറ്റതാക്കുന്നു. നവംബർ 4 ചൊവ്വാഴ്ച രാവിലെ 9:30 ഗുരുവായൂർ MLA NK അക്ബർ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് അധ്യക്ഷത വഹിക്കും. നവംബർ 6 വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം കയ്പമംഗലം MLA ET ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷത വഹിക്കും. പത്രസമ്മേളനത്തിൽ ചെയർപേഴ്സൺ ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ്, ജനറൽ കൺവീനർ സെന്റ് തോമസ് HSS പ്രിൻസിപ്പൽ ഏങ്ങണ്ടിയൂർ ബെസ്സി CC, ട്രഷറർ വലപ്പാട് AEO KV അമ്പിളി, പബ്ലിസിറ്റി കൺവീനർ ഷബോൺ J താടിക്കാരൻ, പ്രോഗ്രാം കൺവീനർ ജിജോ തമ്പിക്ക് എന്നിവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കേരളപ്പിറവി ദിനത്തിൽ നാട്ടിക വെസ്റ്റ് KMUP സ്കൂളിൽ പാരന്റ്സ് ഡേ ആഘോഷിച്ചു. PTA പ്രസിഡന്റ് ഡോക്ടർ ചീതു ഷെറിൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മിനിസ്ട്രസ് CJ ജെന്നി ടീച്ചർ അധ്യക്ഷയായി. സ്കൂൾ മാനേജർ EK തോമസ് മാസ്റ്റർ, KG ഹെഡ് നൈസി ഷാജി, സ്റ്റാഫ് സെക്രട്ടറി പ്രിയ ടീച്ചർ, അധ്യാപക പ്രതിനിധി ജിഷ ടീച്ചർ എന്നിവർ സംസാരിച്ചു. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. രക്ഷിതാക്കൾക്ക് ഉപഹാരം നൽകി. വളരെ പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് എന്നുള്ളത് നമ്മുടെ സ്വാഗതവും അതുപോലെ തന്നെ അധ്യക്ഷയും ഇവിടെ സൂചിപ്പിക്കേണ്ടത്. 1956 നവംബർ 1-ാം തീയതിയാണ് കേരളം നാട്ടിക പഞ്ചായത്ത് UDF പഞ്ചായത്ത് കമ്മിറ്റി കുറ്റവിചാരണ യാത്ര നടത്തി. സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. ജാഥ വൈസ് ക്യാപ്റ്റൻ KA കബീർ, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത്, DCC സെക്രട്ടറി VR വിജയൻ, മുസ്ലിം ലീഗ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് KA ഷൌക്കത്ത് അലി, ജാഥ മാനേജർ AN സിദ്ധപ്രസാദ്, TV ഷൈൻ, VD സന്ദീപ്, CK ഷാജി, P വിനു, PH മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. CS മണികണ്ഠൻ, PC മണികണ്ഠൻ, ചക്രപാണി പുളിക്കൽ, AV ബാബു, ബിന്ദു പ്രദീപ്, സുബീല പ്രസാദ്, രമ്യ അനിൽകുമാർ, നിഷ ഉണ്ണികൃഷ്ണൻ, സിന്ധു സിദ്ധപ്രസാദ്, ഷോല മഹേഷ്, സീന ഉണ്ണി, KA ഇബ്രാഹിം, CA ഇബ്രാഹിം, KK സിദ്ദീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശ്ശൂരിലെ 84 പഞ്ചായത്തുകളിൽ ഏറ്റവും അധികം സമരം നടത്തിയ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ സമരം നടത്തിയ ഒരു പഞ്ചായത്ത് നാട്ടിക ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ നടത്തിയത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDFിന്റെ നേതൃത്വത്തിലാണ്. കെടുകാര്യസ്ഥതയുടെ മുഖമുദ്രയാണ് ഈ പഞ്ചായത്ത് എന്നുള്ളത് നിരന്തരം സവിസ്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ പഞ്ചായത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള മുഴുവൻ കോട്ടങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ പുറത്തിറങ്ങി എന്നുള്ളത്. പോരാട്ടത്തിന്റെയും സംസ്കാരത്തിന്റെയും ചരിത്രമാണ് അന്തിക്കാടിന്റെ സമര ചരിത്രമെന്നും അത് പുതുതലമുറയ്ക്ക് ആവേശവും അറിവും നൽകുന്നതാണെന്നും CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ പറഞ്ഞു. ചെത്തുതൊഴിലാളി രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഉദ്ഘാടനവും അന്തിക്കാട്ടെ രക്തസാക്ഷി ചരിതം ചെത്തുതൊഴിലാളി സമര ചരിത്രം സമാഹാരം പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് കേരളത്തിലെ ട്രേഡ് യൂണിയൻ ചരിത്രത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ്. അത് പലരുടെ കൈകളിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പല എഴുത്തുകാരും ചരിത്രം പഠിക്കാനൊക്കെ ശ്രമിക്കുന്ന പലരും ഈ സോവനീർ ആവശ്യപ്പെടാറുണ്ട്. ഞാനും അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
കോപ്പി കൊടുത്താൽ ചിലപ്പോൾ തിരിച്ചു കിട്ടുമെന്നുള്ള ആശങ്കയുള്ളതുകൊണ്ട് എന്നാലും വളരെ പ്രശസ്തരായ 1-2 എഴുത്തുകാർക്ക് അത് കൊടുക്കുകയും അവരത് കോപ്പി എടുത്ത് വെച്ച് അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് തിരിച്ചു തന്ന അനുഭവമുണ്ട്. ഇപ്പോഴും പലരും അത് അന്വേഷിക്കുന്നു. പിന്നെ 50ാം വാർഷിക സമയത്ത് ഓരോ സന്ദർഭത്തിലും അത് കുറേ കൂടി അതിൻ്റെ ആഴത്തിലുള്ള പഠനമാണ്, ഒരു പഠനം കൂടിയാണ്. ചെത്തൊഴിലാളി യൂണിയൻ രൂപീകരിച്ചതും ചടയമുറിയുടെ പ്രവർത്തനവും അന്നത്തെ ഓരോ നേതാക്കന്മാരുടെ ഇവിടെ പേര് പറഞ്ഞാൽ ധാരാളം പേരുകൾ പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പറയുകയും നല്ലവണ്ണം അനുസ്മരിക്കുകയും വേണം. അപ്പോൾ അതൊക്കെ നമുക്ക് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിലൊന്നാമത്തെ കാര്യം. സാഹിത്യകാരൻ അശോകൻ ചരുവിൽ പുസ്തകം ഏറ്റുവാങ്ങി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ അധ്യക്ഷനായി. CPI നേതാക്കളായ CN ജയദേവൻ, KG ശിവാനന്ദൻ, TR രമേഷ് കുമാർ, രാകേഷ് കണിയാമ്പറമ്പിൽ, ഷീല വിജയകുമാർ, ഷീന പറയങ്ങാട്ടിൽ, CC മുകുന്ദൻ MLA, KK രാജേന്ദ്രബാബു, TK മാധവൻ, KM ജയദേവൻ, KM കിഷോർ കുമാർ, VR മനോജ് എന്നിവർ സംസാരിച്ചു. നിയുക്ത ശബരിമല മേൽശാന്തി ഏറന്നൂർ മന പ്രസാദ് നമ്പൂതിരി ചൂലൂർ കടലായി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാവിലെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന മേൽശാന്തിയെ കടലായി ശിവക്ഷേത്ര സംരക്ഷണ സമിതി രക്ഷാധികാരി പ്രദീപ് അരയംപറമ്പിൽ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. ക്ഷേത്രത്തിൽ ഭഗവാനെ ദർശിച്ചു പ്രസാദം സ്വീകരിച്ചു. അജിത് നടൂപ്പറമ്പിൽ, ക്ഷേത്രം ഭാരവാഹികളായ അജയ ഘോഷ് കാണാശ്ശേരി, ദിനേശ് അരയംപറമ്പിൽ, ദിവാസാലയ്ക്കൽ, SNS സമാജം ജോയിന്റ് സെക്രട്ടറി ജിജിൻ മച്ചിങ്ങൽ തുടങ്ങിയവരും അമ്മമാരും സ്ത്രീകളുമടക്കം ധാരാളം ഭക്തജനങ്ങളും സന്നിഹിതരായിരുന്നു. സേവാഭാരതി വലപ്പാടിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു. വലപ്പാട് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ മാക്കിയർ കാട്ടൂരിന്റെയും ഷൈനിങ് സ്റ്റാർ ലയൺസ് ക്ലബ് വലപ്പാടിന്റെയും സഹകരണത്തോടുകൂടി കഴിമ്പുറം ശിവജി നഗറിൽ സൗജന്യ ജീവിതശൈലി ദന്ത നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. ഷൈനിങ് സ്റ്റാർ വലപ്പാട് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ ഷൈൻ നടിയിരുപ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. സേവാഭാരതി വലപ്പാട് പ്രസിഡന്റ് സുധീർദാസ് തായങ്കോട്ട്, സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി പ്രദീപ് മുതിരപ്പറമ്പിൽ, സേവാഭാരതി വലപ്പാട് സെക്രട്ടറി ഷിജോ അരയംപറമ്പിൽ, ഗിരീഷ് ചിറ്റേഴത്ത്, ഷീജ അജിത്, സിജി സോമസുന്ദരൻ, നിഖിൽ വാഴപ്പിള്ളി, ഷാലി വാഴപ്പിള്ളി, ശിവജി സുമേഷ്, എരണേഴത്ത് ഷൈൻ പട്ടാലി, ധനേഷ് മഠത്തിൽ, ശോഭന ഷൺമുഖൻ എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ UDF വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി കുറ്റവിചാരണ യാത്ര നടത്തി. എടമുട്ടം സെന്ററിൽ നിന്നാരംഭിച്ച യാത്ര DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജാഥ ക്യാപ്റ്റനും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമായ സന്തോഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി K ദിലീപ് കുമാർ, ജാഥ വൈസ് ക്യാപ്റ്റൻ MK അലി, PM ശരത് കുമാർ, ER രഞ്ജൻ, CR അറുമുഖൻ, CV വികാസ്, ബാബു കുന്നുങ്ങൽ, സുമേഷ് പാനാട്ടിൽ, പ്രവീൺ രവീന്ദ്രൻ, ഇക്ബാൽ MM, PK കാദർകുട്ടി, ഫിറോസ് VA, രമേശ് പള്ളത്ത്, അസീസ് വലപ്പാട്, നസീമ ബഷീർ, അജ്മൽ ഷെരീഫ്, വൈശാഖ്, വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. മതിലകം പൊക്ലായിയിൽ ഒരാഴ്ച മുമ്പ് കാണാതായയാളെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നാടോടികളായി പൊക്ലായി ഭാഗത്ത് താമസിച്ചിരുന്ന നടവരമ്പത്ത് വീട്ടിൽ സുരേഷാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് പൊക്ലായി ഷാപ്പിന് കിഴക്ക് വശത്തുള്ള തോട്ടിലാണ് മൃതദേഹം കണ്ടത്. മൃതദേഹത്തിന് ഒരാഴ്ചയോളം പഴക്കമുണ്ട്. ദുർഗന്ധത്തെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മതിലകം പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് മരിച്ചയാളെ തിരിച്ചറിഞ്ഞത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കോട്ടയത്ത് നടക്കാൻ പോകുന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ 35ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി വലപ്പാട് ഉപജില്ലാ സമ്മേളനം നടന്നു. നാട്ടിക ഫർക്ക റൂറൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്ന ഉപജില്ലാ സമ്മേളനം KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ PCCG ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് MD ദിനകരൻ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് അനീഷ് ലോറൻസ് സംഘടനാ റിപ്പോർട്ടും ഉപജില്ലാ സെക്രട്ടറി NK സുരേഷ് കുമാർ പ്രവർത്തന റിപ്പോർട്ടും AV സുദർശിനി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിക്കുക, 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, ടെറ്റ് പരീക്ഷയുമായി
ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അനിശ്ചിത തത്വങ്ങൾ പരിഹരിക്കുക, ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള അധ്യാപക നിയമന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നീ പ്രമേയങ്ങൾ സമ്മേളനം അവതരിപ്പിച്ചു. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം ബിനോയ് ടി മോഹൻ, ജില്ലാ ട്രഷറർ വി വിനോദിനി, PB സജീവ്, ഡോക്ടർ NJ ബിനോയ്, TV ചിത്രകുമാർ, KS സുധീൻ, സമിത K മേനോൻ, TR രാഗേഷ്, KV വിദ്യ, TV വിനോദ് എന്നിവർ സംസാരിച്ചു. ഉപജില്ലാ പ്രസിഡന്റായി MD ദിനകരനെയും സെക്രട്ടറിയായി NK സുരേഷ് കുമാറിനെയും ട്രഷററായി സ്മിത K മേനോനെയും സമ്മേളനം തിരഞ്ഞെടുത്തു. വടക്കേക്കാരമുക്ക് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവാം മിശിഹാ തൻ കാരുണ്യവും. തിരുകർമ്മങ്ങൾക്ക് ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് ഇടവക അതിർത്തിയിലെ നിർധന കുടുംബങ്ങൾക്കുള്ള അരി വിതരണം കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ ഏറ്റുവാങ്ങി. ഇടവക വികാരി ഫാദർ പ്രദേശ് കല്ലറയ്ക്കൽ, തിരുനാൾ കൺവീനർ NJ ആന്റണി, കൈക്കാരന്മാരായ ജോർജ് കോടങ്കണ്ടത്ത്, ആന്റണി പൊന്മണി, ലിജോ പള്ളിക്കുന്നത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക, സിവിൽ സർവീസിനെ സംരക്ഷിക്കുക, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളെ തകർക്കാനുള്ള നീക്കം തടയുക, വർഗീയതയെ ചെറുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് FSCTO മണലൂർ മേഖലാ കമ്മിറ്റി നടത്തിയ കാൽനട പ്രചാരണ ജാഥ കാഞ്ഞാണിയിൽ സമാപിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ടോണി അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, ജാഥ ക്യാപ്റ്റൻ AP അജിത്, വൈസ് ക്യാപ്റ്റൻ അനീഷ് ലോറൻസ്, മാനേജർ V വിമോദ് എന്നിവർ സംസാരിച്ചു. VV പ്രഭാത്, PS പ്രസാദ്, KR അഭിരാജ്, ജനാർദ്ദൻ മണ്ണുമ്മൽ, സുധർമ്മൻ ചിരുകണ്ടത്ത്, അരുണാനന്ദ്, അജീഷ്, വിജയൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. 2026 ജനുവരി 1 നടത്തുന്ന 63ാമത് മണലൂർ അയ്യപ്പൻകാവ് ദേശവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി വിളക്ക് കുറിക്കൽ ചടങ്ങ് നടത്തി. ക്ഷേത്രനടയിൽ നടത്തിയ ചടങ്ങിൽ വിളക്ക് പാർട്ടിയിൽ നിന്നും വിളക്ക് കുറിച്ച ചാർത്ത് ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുധീർ പൊറ്റേക്കാട്ട് ഏറ്റുവാങ്ങി. കമ്മിറ്റി സെക്രട്ടറി MT താജൻ, ട്രഷറർ TG രഞ്ജിത്ത്, ദേശവിളക്ക് കമ്മിറ്റി അംഗങ്ങൾ, ദേശവിളക്ക് മാതൃസംഘം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ദേശവിളക്ക് മഹോത്സവം മണലൂർ അയ്യപ്പൻകാവ് ദേശവിളക്കാണ്. വെച്ചാൽ ഒരുപാട് വിളക്കുകളുണ്ടെങ്കിലും 10 ദിവസം നീണ്ടു നിൽക്കുന്ന സ്റ്റേജ് പ്രോഗ്രാമായാലും ദേശത്തെ പറ നിറമാല മഹോത്സവം, അന്നദാനം, അങ്ങനെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ദേശവിളക്ക് മഹോത്സവമാണ്. വാടാനപ്പള്ളി പഞ്ചായത്ത് LDF ഭരണസമിതിയുടെ ദുർഭരണത്തിനും വികസന മുരടിപ്പിനുമെതിരെ BJP ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടത്തിയ ഏകദിന ഉപവാസം സമരത്തിന്റെ സമാപനം BJP എറണാകുളം മേഖലാ സെക്രട്ടറി പ്രിന്റു മഹാദേവ് ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ KS ധനീഷ്, മഞ്ജു പ്രേംലാൽ, KB ശ്രീജിത്ത്, സന്തോഷ് പണിക്കശ്ശേരി, ആശാ ഗോകുൽദാസ് എന്നിവർ ഉപവാസ സമരത്തിന് നേതൃത്വം നൽകി. എല്ലായ്പ്പോഴും കൃത്യമായ ഒരു ലക്ഷ്യം കണ്ടിട്ടാണ് നമ്മൾ ആ ഉപവാസ സമരത്തിന്റെ റിസൾട്ട് കിട്ടുക. അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ 5 മെമ്പർമാർ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ദുർഭരണത്തിനെതിരെ ഉപവാസത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ലക്ഷ്യമാക്കുന്നത് ഈ അഴിമതിയുടെ കരപുരണ്ട ഈ വർഗവഞ്ചകരെ ഈ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കാനുള്ള സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ ഉപവാസം സംഘടിപ്പിച്ചിട്ടുള്ളത്. 2024 ജൂലൈ മാസത്തിൽ നടപ്പിലാക്കേണ്ട ശമ്പള പരിഷ്കരണ നടപടികൾ 2025 നവംബറായിട്ടും നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. മണലൂർ സബ് ട്രഷറിക്ക് മുമ്പിൽ നടത്തിയ പ്രതിഷേധ ധർണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണലൂർ മണ്ഡലം പ്രസിഡന്റ് KS ദീപൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് TL മത്തായി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ ഡോക്ടർ ND ഇനാഷു മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാന കൗൺസിലർ AT ആൻഡോ മാസ്റ്റർ, നിയോജക മണ്ഡലം സെക്രട്ടറി ദിലേഷ് കൊട്ടിലിക്കൽ, ട്രഷറർ NR അജിത് പ്രസാദ്, പ്രൊഫസർ PM വിജയകുമാരി, PT പോൾ,
MK വസുന്ധര ടീച്ചർ, സിൽവി ജെയിംസ്, തോമസ് അരിമ്പൂർ, സ്റ്റീഫൻ പുത്തൂർ, ഹർഷൻ തൈക്കാട് എന്നിവർ നേതൃത്വം നൽകി. കണ്ടശാങ്കടവ് സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ ജപമാല മാസാചരണത്തിന്റെ ഭാഗമായി കുടുംബക്ഷേമ കേന്ദ്ര സമിതി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മരിയൻ പ്രത്യക്ഷീകരണങ്ങളുടെ ദൃശ്യാവിഷ്കാരം നടത്തി. 29 യൂണിറ്റുകൾ പങ്കെടുത്തു. വികാരി ഫാദർ റാഫേൽ ആക്ക മറ്റത്തിൽ മരിയൻ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ തയ്യാറാക്കിയവര് ഓരോ യൂണിറ്റിലെയും അതിനുവേണ്ടി പരിശ്രമിച്ച ധാരാളം പേരുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്രമീകരണത്തിന് നമ്മുടെ കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി ഭാരവാഹികള്, പ്രത്യേകിച്ച് ജെസി ചേട്ടനും ആൻസനും ഒക്കെ അതിന് പേരിൽ വളരെയധികം അധ്വാനിച്ചിട്ടുണ്ട്. ഇതിന് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് ബെറ്റ്സി വിൻസെന്റ് ആണ്. അതുപോലെ തന്നെ ഈ വിവരണം നൽകിയത് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ആണ്. എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും വളരെയേറെ ആദരവോടുകൂടി നന്ദി പറയുന്നു. നിങ്ങൾക്ക് ദൈവാനുഗ്രഹം സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫാദർ സിജോ മുരിങ്ങാത്തേരി സന്ദേശം നൽകി. വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള ജപമാല പ്രദക്ഷിണം വൈകിട്ട് 7 മണിക്ക് പള്ളിയിൽ സമാപിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത് ചിറ്റിലപ്പള്ളി, കുടുംബക്ഷേമ കേന്ദ്ര സമിതി കൺവീനർ ജെയ്സൺ പോൾ, സെക്രട്ടറി ആൻസൺ ജോസഫ്, CJ ആൻഡോ, ട്രസ്റ്റിമാരായ ജോസഫ് അറയ്ക്കൽ, CO ജിൻഡോ, VK വിൻസൻ എന്നിവർ നേതൃത്വം നൽകി. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ SHO ആയിരുന്ന ER ബൈജുവിന് മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡൽ നൽകി ആദരിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരവ് നൽകി. വിവിധ കുറ്റാന്വേഷണ മികവിനെ മുൻനിർത്തിയാണ് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനാക്കിയത്. ഇപ്പോൾ ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ SHO ആണ് ബൈജു. മുൻപ് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ SI ആയും പ്രവർത്തിച്ചിരുന്ന ബൈജു കയ്പമംഗലം സ്വദേശിയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിർമ്മാണം നടക്കുന്ന ദേശീയപാത മരണക്കെണിയാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി റോഡിൽ ചതഞ്ഞരഞ്ഞത് 5 ജീവനുകൾ. നിയുക്ത ശബരിമല മേൽശാന്തി ഏറന്നൂർ മന പ്രസാദ് നമ്പൂതിരി തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. വലപ്പാട് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം നവംബർ 3 മുതൽ 6 വരെ ഏങ്ങണ്ടിയൂരിൽ നടക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.